ഹൈക്കോടതിയുടെ ഈ ഉത്തരവിൽ ദേവസ്വം ബെഞ്ചിന്റെ ഇടക്കാല ഉത്തരവിൽ വളരെ ഗുരുതര സ്വഭാവമുള്ള ചില കണ്ടെത്തലുകളുണ്ട്. അതിലാണ് മുരാരി ബാബു ഒന്നാം പ്രതി തൊട്ടിട്ട് നാലാം പ്രതിയായി PS പ്രശാന്ത് ഉൾപ്പെടെയുള്ളവർക്കെതിരെ അവരുടെ ഈ തട്ടിപ്പിലെ പങ്കാളിത്തം സംബന്ധിച്ച സുപ്രധാനമായ വിവരങ്ങൾ ശേഖരിക്കാൻ SITക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന ഒരു ഭാഗമുള്ളത്. ഇതിൽ അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന PS പ്രശാന്ത് പറയുന്നു, താൻ പ്രതി ചേർക്കപ്പെട്ടതിന് പിന്നിൽ രാഷ്ട്രീയ ഇടപെടലുണ്ട് എന്നാണ്. ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ സമ്മർദ്ദവും താല്പര്യപ്രകാരമാണ് താൻ ഈ കേസിൽ പ്രതിയായിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ മുൻകാല കോൺഗ്രസ് ബന്ധമൊക്കെ അറിയാമല്ലോ. അപ്പോൾ ശ്രീ ജിൻഡോ, രണ്ടാമത്തെ കാര്യം അദ്ദേഹം പറയുന്നത്, ആ ദേവസ്വം ബോർഡിന്, അദ്ദേഹം നേതൃത്വം കൊടുത്ത ദേവസ്വം ബോർഡിന് എന്തെങ്കിലും ഈ കാര്യത്തിൽ മറയ്ക്കാൻ ഉണ്ടായിരുന്നുവെങ്കിൽ ആ പേപ്പറുകളും ഫയലുകളും ഒക്കെ ഞങ്ങൾ മാറ്റേണ്ടതായിരുന്നില്ലേ? നേരെ മറിച്ച് ഇപ്പോൾ കോടതിയുടെ മേൽനോട്ടത്തിൽ ഈ അന്വേഷണം വരാൻ തന്നെ കാരണക്കാരായവരിൽ ഒരാൾ താൻ നേതൃത്വം കൊടുത്ത ദേവസ്വം ബോർഡ് കൂടിയാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു വാദം. ഈ രണ്ട് കാര്യങ്ങളും അഡ്വക്കേറ്റ് PS പ്രശാന്തിനെ നിലവിൽ പ്രതി ചേർക്കപ്പെട്ട ഈ കേസിൽ ഏതെങ്കിലും അർത്ഥത്തിൽ സംശയത്തിൻ്റെ ആനുകൂല്യം നൽകാൻ കഴിയുന്നതാണോ താങ്കളുടെ നിരീക്ഷണത്തിൽ? ശ്രീ ഗോപികൃഷ്ണൻ, ഇത് രണ്ടും മുഖവിലയ്ക്ക് എടുക്കാൻ പറ്റുന്നതല്ല എന്നാണ് എൻ്റെ ഒരു ബോധ്യം. കാരണം ഇപ്പോൾ അദ്ദേഹത്തെ പ്രതി ചേർത്തത് SIT രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ് അത് ചെയ്തതെന്നാണ് അദ്ദേഹത്തിൻ്റെ ആരോപണം. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇത്രയും നാളും അദ്ദേഹം പ്രതി ചേർക്കപ്പെടാതിരുന്നത് രാഷ്ട്രീയ പ്രേരിതമായിട്ടാണോ പ്രതി ചേർക്കപ്പെടാതിരുന്നത്? അപ്പോൾ ഇത്രയും കാലം PS പ്രശാന്ത് അടക്കമുള്ള ആളുകൾ പ്രതി ചേർക്കപ്പെടുന്നത് വരെ പ്രശാന്തിനും SITയിൽ വിശ്വാസമുണ്ടായിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പത്മകുമാർ അടക്കമുള്ള CPMൻ്റെ മുൻ MLA, ജില്ലാ കമ്മിറ്റി അംഗം അടക്കമുള്ള ആളുകൾ ജയിലിൽ പോയിട്ടും SITയിൽ CPMന് വിശ്വാസമുണ്ടായിരുന്നു. ഞാൻ വിചാരിക്കുന്നത് ഇന്നത്തെ ചർച്ചയിൽ CPMൻ്റെ ഒഫീഷ്യൽ പ്രതിനിധികൾ ആരും പങ്കെടുക്കുന്നില്ലെന്ന് ഞാൻ വിചാരിക്കുന്നത്. CPMൻ്റെ നിലപാട് എന്താ? SIT രാഷ്ട്രീയ പ്രേരിതമായി നിലപാടെടുക്കുന്നതാണോ? ഞങ്ങൾക്ക് അത്തരത്തിൽ ചില നിലപാട്, SIT രാഷ്ട്രീയ പ്രഷറിന് വഴങ്ങിക്കൊടുക്കുന്നു എന്നുള്ള നിലപാട് ഞങ്ങൾക്കുണ്ടായിരുന്നു. കോടതി പോലും പല സമയത്തും അത്തരം നിരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ PS പ്രശാന്തും പറയുന്നു SIT രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ് നിലപാടെടുക്കുന്നത്. അത് PS പ്രശാന്തിനെ പ്രതി ചേർത്തപ്പോഴാണ് അദ്ദേഹത്തിന് തോന്നിയത്. അദ്ദേഹത്തെ പ്രതി ചേർക്കാവുന്ന ഘട്ടത്തിൽ ഒഴിച്ച് അദ്ദേഹത്തിന് ഒരു ഘട്ടത്തിലും SITയെ കുറിച്ച് രാഷ്ട്രീയ ആരോപണം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് മുഖവിലക്കെടുക്കേണ്ട കാര്യമില്ല. ഇപ്പം പിണറായി വിജയൻ്റെ കാലത്ത് SITയിൽ യാതൊരു സ്വാധീനവും ചെലുത്തിയില്ലെന്നാണ് അവർ അവകാശപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ അവരുടെ കാലത്ത് അവർക്ക് ബന്ധമുള്ള ഉദ്യോഗസ്ഥർ വന്നിരിക്കുന്നു, അവർക്ക് വിശ്വാസമുള്ള ഉദ്യോഗസ്ഥർ ഇരിക്കുന്ന അതേ SITയിൽ UDF വന്നതിന് ശേഷം SITയിലെ ഉദ്യോഗസ്ഥരുടെ മാറ്റം വരുത്തുകയോ പുതിയ ആളുകളെ ചുമതലപ്പെടുത്തുകയോ ഒന്നും ചെയ്തതായിട്ട് നമുക്കറിയില്ല. അപ്പോൾ അവർക്ക് ഇത്രയും കാലം വിശ്വാസ്യത ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ PS പ്രശാന്തിനെ രാഷ്ട്രീയമായി കേസിൽ പ്രതി എന്ന് പറഞ്ഞാൽ വിശ്വസനീയമല്ല. രണ്ടാമത്തെ അദ്ദേഹം പറയുന്നത്, അദ്ദേഹം കൊടുത്ത പേപ്പറുകളും ഫയലുകളും പ്രകാരമാണ് ഈ കേസൊക്കെ പുറത്തു വന്നത്, വിവരങ്ങൾ പുറത്തു വന്നത്. ഇത് PS പ്രശാന്തിൻ്റെയോ ദേവസ്വം ബോർഡിൻ്റെ ഔദാര്യമല്ല. കോടതിയുടെ ദേവസ്വം ബോർഡ്, ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് ആവശ്യപ്പെട്ടാൽ കൊടുക്കണം. കൊടുക്കാതെ പിടിച്ചു വയ്ക്കാനായിട്ട് ഇതുവരുടെ ആരെയും തറവാട്ട് സ്വത്തൊന്നുമല്ല. ഇപ്പോൾ കൃത്യമായിട്ട് ഈ രേഖകൾ കൈമാറേണ്ടത് അവരുടെ നിയമപരമായിട്ടുള്ള ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഞങ്ങൾ കൊടുത്ത രേഖകൾ പ്രകാരമല്ലേ എന്നുള്ള ചോദ്യത്തിന് അവിടെ വലിയ അർത്ഥമില്ല. ഇന്ന് PS പ്രശാന്തിൻ്റെ പ്രസ് മീറ്റ് ഞാനിങ്ങനെ കുറേ നേരം കണ്ടുകൊണ്ടിരുന്നു. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം തോന്നിയത്, അദ്ദേഹത്തെ മാത്രം രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് അതിനു മുമ്പുള്ള ആളുകളെ കുറ്റം ചാരുന്ന, പഴി ചാരുന്ന നിലപാടെടുക്കുന്നതായിട്ട് എനിക്ക് തോന്നി. അതിൻ്റെ ഉദാഹരണം 2025 അദ്ദേഹത്തിൻ്റെ സമയത്തുള്ള ദേവസ്വം ബോർഡ് ഈ സ്വർണം പൂശാൻ കൊടുത്തുവിട്ട ചെമ്പ് പാളികൾ പ്രൊസീജിയേഴ്സ് പാലിച്ചാണ് കൊടുത്തുവിട്ടതെന്ന് പറയുന്നു. അപ്പോൾ പോലും അദ്ദേഹത്തോടൊരു ചോദ്യം നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഈ 2023 ജൂൺ മാസം 30-ാം തീയതി വന്ന കോടതി വിധി, അതായത് മറ്റേ പുറത്തേക്ക് കൊണ്ടുപോകുന്ന ഇത് സ്പെഷ്യൽ കമ്മീഷണർ അനുമതിയോടുകൂടി വേണം, കോടതിയിൽ അറിയിച്ചിട്ട് വേണം എന്നുള്ള ആ വിധി എന്തുകൊണ്ട് പാലിച്ചില്ല എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് സ്റ്റാൻഡിംഗ് കൗൺസിൽ അത് ദേവസ്വം ബോർഡിനെയും മറ്റു ഉദ്യോഗസ്ഥരെയും അറിയിച്ചില്ല എന്നാണ്. അതിൻ്റെ ഉത്തരവാദിത്വം നമ്മൾ നാട്ടുകാർക്കും വിശ്വാസികൾക്കല്ലല്ലോ. അപ്പോൾ അത് നിലനിൽക്കുമ്പോൾ തന്നെ അദ്ദേഹം പറയുകയാണ് 2025 ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തത്, അദ്ദേഹത്തിൻ്റെ സമയത്ത് സ്വർണം പൂശാൻ കൊടുത്തുവിട്ടത് പ്രൊസീജിയേഴ്സ് പാലിച്ചാണ്. അതിനു മുമ്പ് 2019 അങ്ങനെ ആയിരുന്നില്ല, ചാക്കിൽ കെട്ടി കൊടുത്തുവിട്ടെന്ന്. അപ്പോൾ ഒരു കാര്യം ഉറപ്പായി, പ്രശാന്തിൻ്റെ പ്രസ് മീറ്റിനോടുകൂടി ഒരു കാര്യം ഉറപ്പായി, 2019 തോന്നിവാസമാണ് നടത്തിയത്.
അത് കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അത് പ്രശാന്തും സമ്മതിച്ചു. അപ്പോൾ അതുവരെയുള്ള 2019 കേസിലെ പ്രതികളെല്ലാം പ്രതികളാണെന്ന് പ്രശാന്തിനും അപ്പോൾ സമ്മതിക്കേണ്ടി വരുന്നുണ്ട്. അത് നമുക്ക് എടുക്കാമല്ലോ. ഇനി 2019 ശേഷം 23 വന്ന വിധിയും അതുമായി ബന്ധപ്പെട്ട പാലിക്കേണ്ട പ്രൊസീജിയർ കോഡുകളൊന്നും പാലിക്കാതെ 24 അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വന്ന റിക്വസ്റ്റ് പ്രകാരം 25 സ്വർണം ഭൂഷൺ കൊടുത്തുവിട്ടത് അദ്ദേഹം പറയുക അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വരാത്തത് കൊണ്ടാണെന്ന്. അപ്പോൾ ഇവർക്ക് ഇതിനെക്കുറിച്ചൊന്നും ഒരു അറിവില്ല. അതായത് ഇവർ എന്ന് ദേവസ്വം ബോർഡിൻ്റെ ചെയർമാൻ സ്ഥാനത്തോ പ്രസിഡന്റ് സ്ഥാനത്തോ എത്തുന്നോ അന്ന് മുതലുള്ളത് മാത്രമേ ഇവർക്ക് അറിയുള്ളൂ, അതിന് മുമ്പുള്ളത് അറിയില്ല എന്നാണ് പറയുന്നത്. ഇത് രണ്ട് വാദവും നിലനിൽക്കുന്നതല്ല. ഞാൻ വിചാരിക്കുന്നത് അതുകൊണ്ടായിരിക്കും CPM ഇക്കാര്യത്തിൽ ഒരു അഭിപ്രായം പറയാൻ തയ്യാറാകാത്തത്. ഞാൻ വിചാരിക്കുന്ന ഇതിൽ ഒരു കാര്യത്തിൽ നമുക്കൊരു സംശയവും വേണ്ട. ശബരിമല ശാസ്താവിന് കാണിക്കയിട്ട സ്വർണവും അവിടെ സമർപ്പിക്കപ്പെട്ടിട്ടുള്ള സ്വർണവും കൊള്ളയടിക്കപ്പെട്ടു. അത് 2019 മുതൽ 25 വരെയുള്ള ആ ഒരു 6 കൊല്ലക്കാലത്തിനുള്ളിൽ അവിടെ നടന്നത് അക്രമ കൊള്ളയും കളവുമാണ്. അക്കാര്യത്തിൽ ഒരു തർക്കമില്ല. ഇത് പല ഘട്ടത്തിൽ മൂടി വെച്ച് അത് സംരക്ഷിക്കാൻ വേണ്ടി വീണ്ടും സ്വർണം പൂശാൻ കൊടുത്തു. ഇനി ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. അദ്ദേഹം 2025 സ്വർണം പൂശാൻ കൊടുത്തു വിടുമ്പോൾ അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് എന്താ? ചെമ്പിൽ പൊതിഞ്ഞ, ഇന്ന് അദ്ദേഹം വായിച്ച സ്റ്റേറ്റ്മെന്റിൽ നിന്നാണ് ഞാൻ പറയുന്നത്, ചെമ്പിൽ പൊതിഞ്ഞ പാളികൾ സ്വർണം പൂശാൻ, ചെമ്പിൽ പൊതിഞ്ഞ് സ്വർണം പൂശിയ പാളികൾ വീണ്ടും സ്വർണം പൂശാൻ കൊടുത്തു വിട്ടെന്ന്. അപ്പോൾ എപ്പോഴാണ് ഇത് ചെമ്പായത്? ഇത് ചെമ്പായത് ഇവരുടെ കാലത്താണ്. അത് വീണ്ടും സ്വർണം പൂശി, ആ സ്വർണം പൂശിയത് 40 വർഷത്തെ വാറണ്ടി എന്ന് പറഞ്ഞ് നാട്ടുകാരെ പറ്റിച്ചു. അത് ഒരു കൊല്ലം കഴിയുമ്പോൾ വീണ്ടും അതിൻ്റെ നിറം മങ്ങി തുടങ്ങി എന്ന് പറയുന്നു, വീണ്ടും പൂശാൻ കൊടുത്തു വിടുന്നു. ശബരിമല ശാസ്താവിൻ്റെ സ്വർണം മുഴുവൻ ഇവർ പൂശിക്കൊണ്ട് പോയി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.